നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയിൽ കടുത്ത ആശങ്കയുണ്ടാക്കിയ സംഭവമായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ ക്രൂര കൊലപാതകം. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്നതിലേക്ക് അടക്കം നിഷ്ഠൂരമായ കൊലപാതകം വഴിവെച്ചു. കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുകയാണ് പോലീസ്. 2023 മെയ് 10 നാടിനെ ഞെട്ടിച്ച ആ ക്രൂര കൊലപാതകം നടന്നത്. പുലർച്ചെ 3:30 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോലീസ് വൈദ്യപരിശോധനയ്ക്കെത്തിച്ച സന്ദീപ് എന്ന പ്രതി പെട്ടെന്ന് അക്രമാസക്തനായി. ആശുപത്രിയിൽ ഹൌസ് സർജനായി ജോലി ചെയ്യുകയായിരുന്ന കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി ഡോക്ടർ വന്ദനയെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും കത്രികയെടുത്ത് സന്ദീപ് നിരവധി തവണ കുത്തി. നെഞ്ചിലും കഴുത്തിലും ആഴത്തിൽ മുറിവേറ്റ വന്ദന തിരുവനന്തപുരത്ത് ചികിത്സയ്ക്കിടെ മരണത്തിന് കീഴടങ്ങി. സംഭവ സമയത്ത് സന്ദീപ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നായിരുന്നു പ്രാഥമിക വിവരം. എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ഇത് തെളിഞ്ഞില്ല. പ്രതിക്ക് കാര്യമായ മാനസിക പ്രശ്നമില്ലെന്നും മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി. പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 83 ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം സന്ദീപിന് വധശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചു. 2024 മെയ്യിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയും ജൂലൈയിൽ ഹൈക്കോടതിയും സന്ദീപിന്റെ ജാമ്യാപേക്ഷ തള്ളി. തുടർന്ന് ഓഗസ്റ്റിൽ സന്ദീപിന്റെ വിടുതൽ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ശരിവച്ചു. ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സന്ദീപ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത്. വിചാരണ നിർത്തിവെക്കണമെന്ന അഭിഭാഷകൻ BA ആളൂരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. എന്നാൽ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പ്രതി സന്ദീപിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. തുടർന്ന് സന്ദീപിന്റെ മാനസിക നില പരിശോധിക്കാൻ കേരള സർക്കാർ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് പുതിയ വിധി. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേരള സർക്കാർ നൽകിയ റിപ്പോർട്ടിനെ മറികടക്കാൻ എയിംസിലെ മാനസിക നില പരിശോധന പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യവും കോടതി തള്ളി. റിസർച്ച് ഡെസ്ക് 24.